എൻ്റെ ഇതേ കയ്യിരിക്കുന്ന കുറച്ച് ക്യാഷ് ഉണ്ടോ? ഈ ക്യാഷ് ഞാൻ പണിയെടുത്ത ക്യാഷല്ല കേട്ടോ. ഞാൻ പണിയെടുത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ പണിയെടുത്തതുപോലെ തന്നെ എനിക്ക് സ്വന്തം അവകാശപ്പെട്ട എൻ്റെ സ്വന്തം ക്യാഷാണ് ഈ ഒരു ക്യാഷ്. അപ്പോൾ ഗൈസ്, എനിക്ക് ഈ ഒരു ക്യാഷ് കിട്ടിയിട്ടുള്ളത് മുടി വെട്ടാൻ പോയപ്പോഴാട്ടോ. അപ്പം മുടി വെട്ടുമ്പോൾ ഇങ്ങോട്ട് കാശോ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരില്ലേ? മുടി വെട്ടുമ്പോൾ ഇങ്ങോട്ട് കാശ് കിട്ടും. അതെങ്ങനെയാണെന്ന് അറിയുമോ? ഈ പറഞ്ഞ മുടി വെട്ടേട ഞാൻ 3 വർഷമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുടി വെട്ടേടാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഞാൻ എൻ്റെ പിള്ളേർ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരിട്ടല്ലാതെ നമുക്ക് പാസീവായിട്ടുള്ള കിട്ടുന്ന കുറച്ച് ഇൻകങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടി പോണേ. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട സ്ഥലത്ത് ഇല്ലെങ്കിലും നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്ന രീതിയിൽ പാസീവായിട്ട് കിട്ടുന്ന വരുമാനങ്ങളെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ പാസീവ് ഇൻകങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് വേണമെന്ന് പൈസനെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് കണ്ടോട്ടോ. പണ്ടൊക്കെ ആളുകൾക്ക് പൈസയോട് ഇഷ്ടം എന്നൊക്കെ പറയാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. പൈസ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ മടിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പൈസ എന്ന് പറയുന്നത് നല്ല അന്തസ്സോട് കൂടിയിട്ട് ഒറ്റമാണെന്ന് ധൈര്യമായിട്ട് പറഞ്ഞതിന് ഒന്നും മടിക്കണ്ട കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ മടിയൊന്നും എൻ്റെ ഇതില്ല. എനിക്ക് പൈസേനെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ആളാണ്. എനിക്ക് പൈസനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിത് പറയാൻ കാര്യം, ഞാനൊരു സ്കൂളിൽ പഠിച്ചതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ ബികോം പഠിച്ചപ്പോൾ ഞാൻ പഠിച്ച പാഠങ്ങളൊന്നുമല്ല. ഞാൻ ഇത്രയും കാലം നമ്മൾ ജീവിക്കുമ്പോൾ സ്വന്തമായിട്ട് മനസ്സിലായി വന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. പൈസയുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ തുല്യ പ്രാധാന്യമുള്ള ഈ പൈസ എന്ന് പറയുന്നത്. ഗൈസ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊരു ചെറിയൊരു പാസീവ് ഇൻകത്തിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കട ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കടയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടി ഞാനും എൻ്റെ പിള്ളേരും കൂടെ മുടി വെട്ടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവരുടെയൊക്കെ മുടിയൊക്കെ വെട്ടി ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാഫാണ്. ഒരു 3 വർഷത്തോളമായിട്ടുള്ളൊരു ഉത്തർപ്രദേശ് കാരനാണ്. അപ്പോൾ അതേ മുടി വെട്ടി ഞങ്ങളുടെ മുടി വെട്ടും കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയൊരു പൈസയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൈസ തന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യം ഒരു വീഡിയോയിൽ ഒരു ചാക്കേട്ടൊക്കെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ചാക്കേട്ടിൽ മുടി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്ന മുടി എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു എമൗണ്ട് കൂടെ കൊടുത്തിട്ട് ബാലൻസ് ഉള്ള ഒരു പൈസയാണ്. സത്യത്തിൽ ഒരുപാട് പൈസയെന്നല്ല, നമ്മുടെ പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അതിന് ഭയങ്കര വാല്യൂ കൂടുതലാണ് കേട്ടോ. നമ്മുടെ ആക്റ്റീവ് ഇൻകങ്ങൾക്കൊക്കെ ഉള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് ആ പാസീവ് ഇൻകങ്ങളിൽ ഇല്ല കേട്ടോ. കാരണം നമുക്കൊരു 24 hour ഒരു ദിവസത്തിലുള്ളത്. അതിനകത്ത് തന്നെ ഒരുപാട് ടൈം നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് മാറുന്നുണ്ട്. അപ്പം നമുക്ക് പണിയെടുക്കാനുള്ള സമയത്തിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴിവിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ആക്റ്റീവായിട്ടുള്ളൊരു ഇൻകങ്ങളുടെ പുറത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ. പക്ഷേ പാസീവ് ഇൻകങ്ങൾക്ക് അങ്ങനെ ലിമിറ്റേഷൻസ് ഇല്ല. നമുക്ക് എത്രണ്ണം വേണമെങ്കിലും 1 2 10 20 ആണെങ്കിലും അത് നമ്മൾ നേരിട്ടല്ലാത്തത് കൊണ്ട് തന്നെ അത് ആ വഴിക്ക് നടന്നോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസീവ് ഇൻകങ്ങൾ നമ്മൾ എപ്പോഴും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പാസീവ് ഇൻകം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതോട് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു വീഡിയോയിൽ ഞാൻ മുടി വെട്ടിയിട്ട് ഞങ്ങൾ ഈ വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും പിള്ളേരും കൂടെ പോയിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഗൈസ്, എൻ്റെ ഒരു ചെറിയൊരു പാസീവ് ഇൻകത്തിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ അത്യാവശ്യം നമ്മുടെ കേരളത്തിലെ ഒരു സാധാരണ ഒരു തൊഴിലാളി പോലുള്ള ഒരു വ്യക്തികൾക്ക് ഡെയിലി കിട്ടുന്ന ഒരു വേജിൻ്റെ ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന പാസീവായിട്ട് വരുമാനം കിട്ടുന്ന മറ്റൊരു പരിപാടി കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളും ഇതുപോലെ ട്രാവലിംഗ്, പിന്നെ ബേസിക്കലി നമ്മളൊരു വണ്ടിപ്രാന്തനൊക്കെയാണ്. അപ്പം അങ്ങനെ കുറച്ച് വണ്ടികളുടെ കുറച്ച് ട്രാവലിങ്ങിൻ്റെ കുറച്ച് ഇങ്ങനെ സാമ്പത്തികത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കുറച്ച് അവിയൽ പരുവത്തിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് വയ്ക്കുക. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം, കേൾക്കാം. ഓക്കെ, ബൈ.